ഹേ ഗൈസ്, അങ്ങനെ നമ്മൾ ഈവനിങ് വാക്കിന് ഇറങ്ങിയതാണ്. സമയം ഏകദേശം 7:15 കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നിഴലി നോക്കുമ്പോൾ എൻ്റെ തോളത്തൊരാൾ അള്ളിപ്പിടിച്ചിരിക്കുന്ന കാരണം അപ്പോൾ ആളുമായിട്ടാണ് നമ്മൾ ഈവനിങ് വാക്കിന് പോയത്. ഞാനപ്പോൾ ചുമ്മാ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ എപ്പോഴും ചാടി തോളെ കയറും. പിന്നെ അതെ, ഞാൻ പറഞ്ഞ വേറെ കാര്യം ഇതാണ് കണ്ടോ, ഇവിടെ വെറുതെ പുറത്തൊക്കെ കിടക്കുന്ന വണ്ടികളൊക്കെ നിങ്ങൾ നോക്കും. BMW, മറ്റേ ലെക്സസ്, പിന്നെ ഇത് നമ്മുടെ ജിമ്നി പോലത്തെ ഒരു സാധനം കണ്ടോ. ഒരാളിതേ തോളെ അള്ളി പിടിച്ചിരുന്ന് കാഴ്ചയായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാനെപ്പോൾ പുറത്തിറങ്ങിയാലും എൻ്റെ തോളെ കയറിയിരിക്കും. പിന്നെ ഇവിടെ കൊണ്ടുപോകാത്ത എന്താണെന്ന് വെച്ചാൽ വെയിലും കാര്യങ്ങളും നല്ല ചൂടാണ് ഒന്നാമത്, അത് കാരണമാണ് ഇവിടെ കൊണ്ടുപോകാത്തത്. അപ്പം നമ്മൾ വീടിൻ്റെ പരിസരത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതേ ഉള്ളൂ, വലിയ നടത്തൊന്നും അല്ലാണ്ട്. ഈ കിടക്കുന്ന വണ്ടിയുണ്ടോ, മറ്റേ റാമെന്ന് പറഞ്ഞ വണ്ടിയാണ്. അങ്ങനത്തെ ഇപ്പുറത്ത് കിടക്കുന്ന വേറെ ഏത് വണ്ടിയാണെന്ന് എനിക്ക് അറിഞ്ഞു, ഇത് ഇവിടുത്തെ ഏതോ ബ്രാൻഡാണെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ അപ്പുറത്ത് മറ്റേ ബജീറോ, പ്രാഡോ, നമ്മുടെ അവിടുത്തെ റയർ വണ്ടിയൊക്കെ ഇവിടെ വെറുതെ കിടപ്പുണ്ട്. വെറുതെയിലൊക്കെ വഴി പൊടി അടിച്ചൊക്കെ കിടക്കുന്നു. അപ്പുറത്തേക്കുണ്ട് ആ കിടക്കുന്നൊരു പ്രാഡോ ആണ്. പിന്നെ ഇവിടെ മറ്റേ ലെക്സസ്, പിന്നെ ഫോർച്യൂണറൊക്കെ ഇവിടെ എല്ലാ വീടിൻ്റെ മുറ്റത്തും വെറുതെയൊക്കെ ഫോർച്യൂണർ കിടക്കുന്നതാണ്. അതാണ് ഇവിടുത്തെ സിസ്റ്റം. അപ്പം നമ്മളിത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് പിന്നെയും തിരിച്ച് നടക്കാമെന്ന് വിചാരിച്ച്. അവൾക്കാണെങ്കിൽ ഇതേ തോളയിരുന്ന് കാഴ്ചകളൊക്കെ കണ്ട് അങ്ങോട്ട് തിരിഞ്ഞ് ഇങ്ങോട്ട് തിരിഞ്ഞ് ആൾക്ക് നല്ല സന്തോഷമാണ് പുറത്തിറങ്ങുന്നതെന്ന് പറഞ്ഞാൽ. അവളിങ്ങനെ റൂമിൽ ഇരുന്നിരുന്ന് അവൾക്ക് ബോറടിക്കുക. അപ്പം ഞാനിങ്ങനെ ഇടയ്ക്ക് എപ്പോൾ പുറത്തോട്ടേ വെറുതെ പുറത്തോട്ടിറങ്ങിയാലും അപ്പം ചാടി തോളൊക്കെ ഇറങ്ങിക്കും. അതാണ് നമുക്ക് പുറത്ത് വരുന്ന കാര്യം ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് പുറത്തിറങ്ങി കഴിഞ്ഞാൽ അപ്പം തെക്ക് വട്ടക്കുള്ള നോട്ടമാണ് അവൾക്ക്. ഞങ്ങൾ നടന്ന് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ടുണ്ട്. ആളാണെങ്കിൽ തോളായിരുന്നു കാഴ്ചയും കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവാണ്. ഇത് അവിടെ ഒരു വോൾസ്വാഗൻ്റെ ഒരു വണ്ടി നടക്കുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇതാണ് ഞാൻ കാണിക്കാൻ ഉദ്ദേശിച്ച സംഭവം കണ്ടോ. ഇതൊരു മീറ്ററാണ്. ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വെള്ളത്തിൻ്റെ മീറ്ററാണ്. ഞാനത് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ, ഇതാണ് ഇതിൻ്റെ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ റീചാർജ് ചെയ്യുന്ന പോലത്തെ സെറ്റപ്പാണ്. ഇതിൽ ഞെക്കുമ്പോഴത്തേക്കും കണ്ടോ, ഇത് കണ്ടോ പൈസ എഴുതി കാണിക്കുന്നുണ്ടോ, കാണാൻ പറ്റുന്നുണ്ടോ? ഇതാണ്ടോ ഇത്ര എമൗണ്ട് എപ്പോൾ ഉണ്ട്, ഈ എമൗണ്ട് എപ്പോൾ തീരുന്നോ അപ്പോൾ നമ്മുടെ വെള്ളവും നിൽക്കും. അതായത് നമ്മുടെ ഫോൺ റീചാർജ് ചെയ്യുന്ന സെയിം സെറ്റപ്പാണ്. എമൗണ്ട് എപ്പോൾ തീരുന്നോ, റീചാർജ് എമൗണ്ട് എപ്പോൾ തീരുന്നോ അപ്പോൾ നമ്മുടെ വെള്ളവും നിൽക്കും. സെയിം ഫോണിൻ്റെ പാറ്റേൺ തന്നെയാണ് ഇവിടെ മാത്രമല്ല, എല്ലാവർക്കും ഇതേ സിസ്റ്റമാണ്. വെള്ളത്തിൻ്റെ സിസ്റ്റം അങ്ങനെയാണ്, എല്ലാം റീചാർജാണ്. നമ്മളപ്പോൾ പൈസ റീചാർജ് ചെയ്യുന്നതനുസരിച്ച് വെള്ളം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ഉണ്ട് അതുപോലത്തെ സാധനം. അപ്പോൾ ഇതൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ച്. പിന്നെ എൻ്റെ തോളെ ഇരുന്ന ഒരാൾ ബഹളം വെച്ച് തുടങ്ങി. അങ്ങനെ അകത്തോട്ട് പോകാമെന്ന് വിചാരിച്ചപ്പോൾ ആളുടെ മുഖം വീണ്ടും മാറി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബ്ലോഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് അടിക്കുക, സബ് അടിക്കുക, ഷെയർ അടിക്കുക. മറ്റൊരു വ്ളോഗായിട്ട് വരാം. ബൈ.